ഹിപ്സ്റ്റർ എവിടെയാണ്? ഹിപ്സ്റ്ററിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സോഷ്യൽ മീഡിയ താരം തന്നെയാണ്. ഹിപ്സ്റ്റർ എന്നത് പ്രണവ് രാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹിപ്സ്റ്റർ എന്നാണ് വിളിപ്പേര്. ഹിപ്സ്റ്റർ ഗെയിമിംഗ് ഒക്കെ യൂട്യൂബിൽ തരംഗമായിരുന്നു. ഹിപ്സ്റ്റർ ഗെയിമൊക്കെ ഒരു കാലത്ത് ഹിപ്സ്റ്ററിൻ്റെ ഒരു വലിയ ആരാധക വൃന്ദം ഉണ്ടായിരുന്നു നമ്മുടെ യുവാക്കൾക്കിടയിൽ. ഹിപ്സ്റ്റർ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടുക, ഹിപ്സ്റ്റർ ഗെയിമിങ്ങിനെ ഫോളോ ചെയ്യുക. പിന്നീട് അതിനുശേഷം ഹിപ്സ്റ്റർ അതിൽ നിന്നൊക്കെ മാറി ഒമേഗളിലൊക്കെ പോയി ഒമേഗളിലെ വീഡിയോസ് നിരന്തരമായി ഹിപ്സ്റ്റർ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഈ ഹിപ്സ്റ്ററിൻ്റെതായ ഒരു ആരാധക കൂട്ടത്തിന് ഉണ്ടാക്കി പ്രണവ് രാജ് എന്നുള്ളത് വേണം പറയാൻ. ഒരു വലിയ ആരാധക കൂട്ടം ഹിപ്സ്റ്ററിനൊപ്പം ഉണ്ടായിരുന്നു. ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഒരു ഹിപ്സ്റ്റർ ഗെയിമിങ്ങിനെ അല്ലെങ്കിൽ ഹിപ്സ്റ്ററിൻ്റെ സംസാര ശൈലി, ഹിപ്സ്റ്ററിൻ്റെ വീഡിയോസ്, അങ്ങനെ എല്ലാ രീതിയിലും ഹിപ്സ്റ്ററിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. ഞാൻ ഇതിപ്പോൾ പറയാൻ കാരണം ഹിപ്സ്റ്റർ എവിടെ എന്നുള്ളതൊരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ. ഹിപ്സ്റ്ററിനെ കാണാനില്ലായിരുന്നു. ആവേശം എന്ന സിനിമ 2024 റിലീസാവുന്നത്. ഹിപ്സ്റ്ററിനെ അവിടെയാണ് മലയാളി പ്രേക്ഷകർ കാണുന്നത്. അതിനുശേഷം ഹിപ്സ്റ്ററിൻ്റെ ഒരു വിവരവുമില്ല. റിലീസായി, ഹിപ്സ്റ്ററിൻ്റെ പ്രകടനത്തെ ഗംഭീരമായി തന്നെ പ്രേക്ഷകർ വിലയിരുത്തി. ആ സിനിമ തന്നെ എവിടെയാണ് എത്തിപ്പെട്ടതെന്ന് നമുക്കറിയാം. അതിനുശേഷം ഹിപ്സ്റ്ററിനെ പറ്റി ഒരു വിവരമില്ല. ഈ ആവേശത്തിൻ്റെ റിലീസിനൊക്കെ മുൻപ് തന്നെ ഹിപ്സ്റ്റർ ഈ വീഡിയോ പരിപാടി, ഗെയിമിംഗ് പരിപാടിയൊക്കെ നിർത്തി, ഒമേഗൾ പരിപാടിയൊക്കെ നിർത്തി. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ആവേശത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണെന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ആവേശം റിലീസും കഴിഞ്ഞു. അതിനുശേഷം ഹിപ്സ്റ്ററിനെ കാണാനില്ല എന്നുള്ളതാണ് വാർത്ത. കാരണം ഹിപ്സ്റ്റർ എവിടെയാണ്? ഹിപ്സ്റ്ററിന് വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ലോകം തന്നെ കാത്തിരിപ്പുണ്ട്. ഇന്നും യൂട്യൂബൊക്കെ ആ രീതിയിൽ നോക്കി ഗെയിമിംഗ് ഒക്കെ നോക്കുന്ന ഈഗിൾ ഗെയിമിംഗ് ആവട്ടെ, അല്ലെങ്കിൽ സായി പോപ്പി എന്നൊക്കെ വിളിക്കുന്ന ആളുകളാവട്ടെ, അല്ലെങ്കിൽ തൊപ്പി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ യൂട്യൂബിൽ വേറൊരു ലോകം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹിപ്സ്റ്റർ ഗെയിമിങ്ങിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഹിപ്സ്റ്ററിൻ്റെ ഫാൻ ബേസൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഹിപ്സ്റ്ററിൻ്റെ ഒരു പുതിയ സിനിമ റിലീസാവാൻ പോവുകയാണ്. അത് കാട്ടാളൻ എന്നാണ് ആ സിനിമയുടെ പേര്. ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ഡോക്ടർ ഷെറീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന സിനിമയാണ് കാട്ടാളൻ. ആൻ്റണി വർഗീസ് പെപ്പയാണ് സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. ഈ കാട്ടാളൻ്റെ ചിത്രീകരണം തായ്ലൻഡിലൊക്കെ ആരംഭിച്ചതാണ്. വലിയ ക്യാൻവാസിലാണ് കാട്ടാളൻ വരാൻ പോകുന്നത്. മാർക്കോ എന്ന ചിത്രത്തിന് ശേഷം ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് കാട്ടാളൻ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ടോക്ക് എന്ന് പറയുന്നത് കാട്ടാളൻ ഒരു ബ്രഹ്മാണ്ഡ സിനിമയായിരിക്കും എന്നുള്ളതാണ്. കാരണം കാട്ടാളൻ്റെ പൂജാ ചടങ്ങ് നടന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണ്. ഒരു ബ്രഹ്മാണ്ഡ പൂജാ ചടങ്ങായിരുന്നു. മലയാള സിനിമയിൽ തന്നെ ഇത്രയും വലിയൊരു പൂജാ ചടങ്ങൊക്കെ ഉണ്ടാവുന്നത് വളരെ വിരളമായിട്ടാണ്. അങ്ങനെയായിരുന്നു കാട്ടാളൻ്റെ പൂജാ ചടങ്ങ് നടന്നത്. അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിംഗ് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് മാർക്കോയ്ക്ക് ശേഷം ഒരു ഭീകരമായ പ്രോഫിറ്റ് ഉണ്ടാക്കുകയും അതിലൂടെ ഈ സിനിമാ മേഖലയെ, പ്രത്യേകിച്ച് കാട്ടാളൻ ഉൾപ്പെടെ, അത് വല്ലാത്ത രീതിയിൽ ഒരു ഉണർവുണ്ടാക്കുക, ഗുണമുണ്ടാക്കുക എന്നുള്ളതൊക്കെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഹിപ്സ്റ്റർ കാട്ടാളനിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ പോസ്റ്റർ കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതോടെയാണ് പല ഹിപ്സ്റ്റർ ആരാധകർക്ക് ഒരു സന്തോഷമാണ്. ഓഫ്, അങ്ങനെ വന്നു അല്ലേ, എവിടെയായിരുന്നു ഇത്രയും നാൾ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. പക്ഷേ ഇപ്പോഴും ഹിപ്സ്റ്റർ ഉണ്ടാക്കിയ ഒരു ഓളം, ഹിപ്സ്റ്റർ ഉണ്ടാക്കിയ ഒരു തരംഗം, ഹിപ്സ്റ്റർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹിപ്സ്റ്ററിൻ്റേതായ ഒരു ഫാൻ ഫോളോയിങ്, ഹിപ്സ്റ്ററിൻ്റെ ഒരു ശൈലിയുണ്ട്, പ്രണവിൻ്റെയൊക്കെ ഒരു ശൈലിയുണ്ട്. അത് വല്ലാതെ പിടിച്ചു നിർത്തുന്ന ഒരു ശൈലിയാണ്. ആളുകളോട് സംസാരിക്കുന്നതാവട്ടെ, പ്രത്യേകിച്ച് ഒമേഗളിലൊക്കെ വന്നതിന് ശേഷം ആ വീഡിയോസ് എല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിരുന്നു. ആളുകളോട് സംസാരിക്കുന്ന, റാൻഡമായിട്ട് സംസാരിക്കുന്ന രീതി, അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, സംസാരിക്കുന്ന ശൈലി, ഇതെല്ലാം തന്നെ ഒരുപാട് ഫാൻ ഫോളോയിങ് പ്രണവിനുണ്ടാക്കുകയും ചെയ്തു. ആവേശം എന്ന സിനിമയ്ക്ക് ശേഷം ഒരു അഭിനേതാവ് എന്ന പ്രണവിനെയും കൂടെ കാണാൻ സാധിച്ചു എന്നുള്ളത് വേണം പറയാനായിട്ട്. പക്ഷേ അതിനുശേഷം പിന്നെയും കാണാതാവുന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് വീണ്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാക്കിക്കൊണ്ട് ഹിപ്സ്റ്ററിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് പോസ്റ്ററും കൂടി പുറത്തു വരുന്നത്. അതുകൊണ്ട് യൂട്യൂബ് പരിപാടിയൊക്കെ നിർത്തി ഇനി സിനിമാ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാനാണോ ഹിപ്സ്റ്ററിൻ്റെ തീരുമാനം എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഈ പോസ്റ്ററിന് താഴേക്ക് വരുന്നത്. അങ്ങനെ ഒരു ആരാധക കൂട്ടം ഇപ്പോഴും ഹിപ്സ്റ്ററിൻ്റെ ബാക്കിയുണ്ട് എന്നുള്ളതും കൂടി വെളിവാക്കുന്നതും കൂടിയാണ് ആ ഒരു അനൗൺസ്മെൻറ്റ് പോസ്റ്ററിന് ശേഷം പുറത്തു വരുന്നത്. ഇനി ഹിപ്സ്റ്റർ ഗെയിമിംഗ് ഒക്കെ യൂട്യൂബിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഒരു കാലത്ത് മലയാളികളെ ഗെയിമിങ്ങിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോയ പ്രധാന വ്യക്തികളിൽ ഒരാളായ ഹിപ്സ്റ്റർ ഗെയിമിംഗ് ലോകത്തേക്ക് വീണ്ടും തിരികെ വരണം എന്നുള്ളതാണ് പല ആരാധകരുടെയും കാത്തിരിപ്പ്.